ഞാൻ റീസെന്റ് കണ്ട ഒരു മൂവിയാണ് സ്റ്റിംഗ്, ഒരു ഏലിയൻ സ്പൈഡർ. അത് ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ കൊലയൊക്കെ ചെയ്യുന്ന ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിലോട്ട്, അതായത് കുറച്ച് ഫാമിലീസ് ഒക്കെ ഉള്ള ഒരു ഫ്ലാറ്റിലോട്ട് ഒരു ഏലിയൻ സ്പൈഡർ വരും. സോ ഇത് വരുന്ന സമയത്ത് ഭയങ്കര കുഞ്ഞാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഇതിനെടുത്ത് വളർത്തും, പെറ്റാക്കും. പക്ഷെ ഇത് പെട്ടെന്ന് വളരും. അതായത് മണിക്കൂറിൽ ഇങ്ങനെ വളർന്ന് ഒരു ഹ്യൂമനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരാളെ കൊല്ലാൻ പറ്റുന്ന അത്രയും രീതിയിൽ വലിയ ഹ്യൂജ് ആവും. സോ പിന്നീട് എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഫ്ലാറ്റിൽ ഈ സ്പൈഡർ ഇത്രയും വലുതാകുമ്പോൾ അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ഇതിന് സർവൈവ് ചെയ്യുന്നതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഹൊറർ ത്രില്ലർ ബേസ്ഡ് വന്ന മൂവിയാണ്. ഹൊറർ എലമെന്റ്സ് ഒന്നുമില്ല, പക്ഷെ ത്രില്ലറായിട്ട് നമുക്ക് കാണാൻ പറ്റിയ മൂവിയൊക്കെ തന്നെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്രീച്ചർ അറ്റാക്ക് മൂവീസിൽ എന്താണോ അതേ ടെംപ്ലേറ്റിൽ വരുന്ന മൂവിയാണ്. പ്രൊഡിക്റ്റബിൾ ആണ്. സ്റ്റോറിയുടെ എൻഡിംഗ് ഒക്കെ നമുക്ക് അറിയാം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ. പക്ഷെ ഇതിന്റെ ഒരു പ്രസന്റേഷൻ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു സ്റ്റോറിയാണ്, ചെറിയൊരു സിനിമയാണ്, ഒരു അപ്പാർട്ട്മെന്റ് നടക്കുന്ന സ്റ്റോറിയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു അപ്പാർട്ട്മെന്റ് അകത്ത്, ആ ഒരു സ്പേസിന്റെ അകത്ത് മാത്രം നിന്നിട്ട് എക്സിക്യൂഷൻ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ മൂവിയിൽ. കുറച്ച് വീട്, കുറച്ച് ക്യാരക്ടേഴ്സ് അവർ അറ്റാക്ക് ചെയ്യുന്നു, അവർ സർവൈവ് ചെയ്യുന്നു. സോ ആ രീതിയിൽ നൈസായിട്ട് തന്നെ മൂവി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ഞാൻ അധികം ക്രീച്ചർ അറ്റാക്ക് മൂവീസ് ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ ഇത് നോക്കുമ്പോഴും കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത്ര വലിയ കിടില മൂവി ഒന്നും അല്ല. പക്ഷെ ഇതിന്റെ റിലീസായ സമയത്ത് ഭയങ്കര കിടിലുമാണോ അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ക്രീച്ചർ അറ്റാക്ക് മൂവിയാണെന്നൊക്കെ ഒരുപാട് റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്കൊന്നുമില്ല, നോർമൽ ക്രീച്ചർ അറ്റാക്ക് മൂവി അത്രേ ഉള്ളൂ. ഈ ഒരു എൻറ്റയർ മൂവിയിൽ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്തെന്ന് പറയുന്നത് ഇതിലെ ഹ്യൂമൻ ക്യാരക്ടേഴ്സിന്റെ ഒരു സൈഡാണ്. അതായത് കുറച്ച് ഹ്യൂമൻ ക്യാരക്ടേഴ്സേ ഉള്ളൂ, പക്ഷെ അവരുമായിട്ട് നമുക്ക് ഭയങ്കര കണക്ഷനോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളായിട്ടൊന്നും കണക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ അവർ ഇടയ്ക്ക് ഇമോഷൻസ് ഒക്കെ ആവുന്നുണ്ട്, ഇമോഷൻ സീക്വൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഒന്നുകൊണ്ടങ്ങ് ആ ഒരു ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ആയിട്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. ആകെ ഈ ഒരു മൂവിയിൽ നൈസായിട്ട് നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നൈസായിട്ട് ആ ഒരു പ്രസന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്പൈഡർ അറ്റാക്ക് തന്നെയാണ്. അതും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എൻറ്റയർ മൂവിയിൽ ആകെ ഇടക്കിടക്ക് കാണിക്കും, പിന്നീട് ക്ലൈമാക്സ് പോർഷനിലാണ് കുറച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കുന്നത്. ഓവറോൾ ഒരു ഓക്കെ എന്നൊരു ഫീൽ എന്നൊരു മൂവിയാണ്. അതിന്റെ അപ്പുറത്ത് ഈ ഒരു കിടിലം മൂവി അല്ലെങ്കിൽ കിടിലം ക്രീച്ചർ അറ്റാക്ക് അല്ലെങ്കിൽ ഭയങ്കര കിടിലം സർവൈവർ ത്രില്ലർ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സോ എന്തായാലും നിങ്ങൾ കണ്ടുനോക്കിയിട്ട് നിങ്ങളെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.